ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജിനി രജീഷ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പൗച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിനെ 11 ഇഞ്ചും 10 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത്. 11 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമാണ് എടുത്തേക്കുന്നത്. 3 ലെയറായിട്ടാണ് അത്. എന്നിട്ട് സ്ക്വയർ പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ അജറക്കിൻ്റെ മെറ്റീരിയലിൽ നമ്മുടെ എന്താ പറയുക, ക്യാൻവാസ് അയൺ ചെയ്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് പോരാതെ വേറെ ഒരു ലെയറും കൂടി അതാണിപ്പോൾ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 4 ഭാഗം നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്തതിന് ശേഷം 11 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത്, അതായത് വീതി 11 ഇഞ്ച് വീതിയാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത്. അപ്പം ആ വീതിയുടെ ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സിബ് അടിച്ച് കൊടുക്കണം, അടിച്ച് പിടിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ സിബ് അടിക്കുകയാണ്. അത് അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് അപ്പുറത്തോട്ട് മറച്ചിട്ട് പതിച്ചിട്ട് ഒന്ന് അടിക്കണം കേട്ടോ. അതാ പതിച്ച് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ സിബ് പകുതിക്ക് വെച്ചിട്ട് അതൊന്ന് തുറന്ന് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിന് വെക്കുന്ന സിബുകൾ നമുക്ക് പുറത്തുനിന്ന് വേറെ വാങ്ങിക്കാൻ കിട്ടും. അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഇത് നമ്മൾ സാധാരണ സിബാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത ഭാഗവും നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് കറക്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് സെൻറ്റർ ആയിട്ട് അതൊന്ന് നേരെ അടിച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ നമ്മൾ 1 ഇഞ്ച് മൂലകളിൽ നിന്ന് 1 ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് അത് 4 മൂലകളിലും ഇതേപോലെ അടയാളപ്പെടുത്തണം. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കും വേണം കേട്ടോ. അതിനിപ്പോൾ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പീസ് വെച്ചിട്ട് 4 മൂലയിലും അതേ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ സൈഡ് അടിക്കാൻ പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ ഇതാ അത് അടിക്കുകയാണ്. അതൊരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് 1 ഇഞ്ച് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മളിതാ കട്ട് ചെയ്യാണ്. അങ്ങനെ 4 മൂലയും നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് വിടർത്തി വെച്ചിട്ട് അതാ 2 ഭാഗം കൂടി ജോയിൻ ചെയ്ത് ഇനി അത് അടിക്കുകയാണ് കേട്ടോ. അത് അങ്ങനെ പിടിച്ചിട്ട് ക്യാമറയിൽ അത് അത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. അത് നമ്മളതാ ജോയിൻ ചെയ്ത് എടുക്കുന്നു. 4 ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ടുണ്ട്. മറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അങ്ങനെ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു നല്ല വരുമാന മാർഗ്ഗമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ബൈ.